കല്യാണത്തിന് മുമ്പ് നമ്മളിവിടെ വന്നിരുന്നില്ല. ശരം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇനിയും വരും എന്നുള്ളത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ഏർലി മോർണിംഗ് ഒരു 5-5:30 ആയി കാണും. എന്താണ് സ്പെഷ്യാലിറ്റി വെച്ചാൽ ഞാൻ പറയാം. ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ശരത്തനും ഞങ്ങളുടെ കല്യാണത്തിന് മുൻപ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് കണ്ണൂർ വെച്ചാണ്. അപ്പോൾ അവിടെ ഒരു ക്ലിനിക്കിലായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എല്ലാ ഓഫ് ഡേയ്സിലും ഞങ്ങൾ സ്ഥിരം ഡേറ്റിന് പോകുന്ന ഒരു സ്ഥലമായിരുന്നു പറശ്ശിനിക്കടവ് ക്ഷേത്രം കേട്ടോ. ഞങ്ങൾ അധികം അവിടെ തന്നെയായിരുന്നു ഉണ്ടാവില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടുന്ന് ലാസ്റ്റ് പോയ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചാണ് കല്യാണം കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെ പോയോ ചോദിച്ചാൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ശരത്തൻ്റെ വീട് കാസർഗോഡ്. അപ്പോൾ കോഴിക്കോട് നിന്ന് കാസർഗോഡ് എല്ലാ മന്ത് പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് വരാറ്. പക്ഷേ വെച്ച് പോയിട്ടാണ് വരാറ്. പക്ഷേ ഇതുവരെ അങ്ങോട്ടേക്ക് വിചാരിച്ച് ഈ കഴിഞ്ഞ 2 വർഷത്തിൽ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് ഓർമ്മകളും ഒക്കെ തരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു സിമ്പിൾ വ്ളോഗ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. ഫുള്ള് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ക്ഷേത്രത്തിലേക്കൊക്കെ പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരുങ്ങുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷെ സിമ്പിളായിട്ട് ഒരുങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല, 2 മണിക്കൂർ ഇന്നും നല്ല ലേറ്റാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോസ് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടുന്ന് ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടാനുണ്ട്. അപ്പോൾ ഇവരും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് മാച്ചിങ് കളറിൽ ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഈ ട്രിപ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം വണ്ടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ 15 പേരൂടെ പോകുന്നത്. ഇത് ഈ കാണുന്നത് എൻ്റെ അനിയൻ്റെ ട്രാവൽസാണ്, രുദ്രാക്സ് ട്രാവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അവൻ തന്നെയാണ് ഞങ്ങളുടെ ഡ്രൈവറും. ഞാനാണ് ഇതിന്റെ ഈ വണ്ടിയുടെ മുതലാളി. അർജുൻ, ഈ വണ്ടി വളരെ കംഫർട്ടബിൾ ആണോ? ഈ സോളോ ട്രിപ്പിനേക്കാളും കപ്പിൾ ട്രിപ്പിനേക്കാളും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ ഫുൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് എക്സ്പ്ലോറിംഗ് ആണ് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ആരും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മൂരാട് ഭാഗത്തുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിത്ര നേരത്തെ എത്തിയെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ നമ്മൾ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ തന്നെ പെട്ടെന്ന് കിട്ടി കേട്ടോ. ശരത്ത് 10 എനിക്കൊരു 10 ഇടണം. അമ്മ എന്താ പറയുന്നത്? ഗ്രീൻ പീസ് പറഞ്ഞോ? നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ 3 ഇഡ്ഡലിയും ഒരു 10 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ എനിക്കിന്ന് ഇത്ര വിശപ്പ് എന്നറിയില്ല. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. അവർക്കും ഫുഡൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഓണായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിക്കകത്ത് തന്നെ ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മളിതാ എത്താറായി. ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഈ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോഴുള്ള വ്യൂ. മുല്ലപ്പൂ ചൂടിയിട്ട് അകത്ത് കടക്കണം എന്നുണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ നല്ല മണമുള്ള മുല്ലപ്പൂ തന്നെ കിട്ടിയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തലയിൽ പൂ ചൂടുന്നത്. പൂ ചൂടുമ്പോഴും അതേപോലെ നമ്മൾ കഴിഞ്ഞ് പൂവെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് ഞാനായിരുന്നു പൂ ചൂടി കൊടുത്തിരുന്നത്. അത് നല്ല ഭംഗിയിൽ ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷെ എനിക്ക് അവൾ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒപ്പിക്കാം. കടയുടെ മുന്നിൽ കൂടിയാണ് നമ്മൾ പോണത്. അപ്പോൾ എൻ്റെ കണ്ണിടയ്ക്ക് വഴി തെറ്റുന്നുണ്ടെങ്കിലും ഞാൻ ആ കട മൊത്തത്തിൽ വാങ്ങിച്ചുകൊണ്ട് വരുമെന്നുള്ള പേടിയുള്ളതുകൊണ്ടാട്ടോ ശരത്തൻ എന്നെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നത്. പൊതുവേ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. കണ്ടില്ലേ, ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണെന്ന്. അമ്മേ ചൂട് വഴിക്കടിച്ച് വീഴല്ലേ. ഇവരെന്താ കള്ളനെ പോലെ ഉണ്ട്? കള്ളലക്ഷണമല്ല, ജന്മനാളാണ്. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു കേട്ടോ. പുള്ളിൽ കയറിയിട്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല.
തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു, പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ചൂടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ വന്നതാണ് കേട്ടോ ഈ കുഞ്ഞൻ. പിന്നെ ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വന്നതിൻ്റെ ഓർമ്മയ്ക്ക് കുറച്ച് സെൽഫീസൊക്കെ എടുത്തു എല്ലാവരും. അങ്ങനെ 2 വർഷമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം ഇന്ന് അങ്ങോട്ട് നടന്നു. കല്യാണത്തിന് മുമ്പ് നമ്മളിവിടെ വന്നിരുന്നില്ല ശരം, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇനിയും വരും എന്നുള്ളത്. വന്നു, പക്ഷെ ഈ വരവൊരു ഗ്രാൻഡ് വരവായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇരുന്നു പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട്. ചായയും പിന്നെ മമ്പയറും തേങ്ങയും ഒക്കെയാണ്. പുറത്തിറങ്ങി ചോദിക്കാം ആരോടെങ്കിലും. ഇനി ഷോപ്പിംഗ് ടൈമാണ്. അപ്പം എനിക്ക് കുപ്പിവള വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 2-3 കടകളിലൊക്കെ കയറി, പക്ഷെ എൻ്റെ പാകത്തിലുള്ളത് ഒരൊറ്റ സെറ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിങ്ങോട്ട് വാങ്ങിച്ചു ഞാൻ. ഈ കമ്മലും കൊള്ളാം അല്ലേ. ഇതാണ് ഞാൻ വാങ്ങിച്ച കുപ്പിവള, മൾട്ടി കളർ കുപ്പിവള. എനിക്കിഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്, മുത്തപ്പൻ്റെ നടയിൽ നിന്ന് ഇറങ്ങാണ്. പക്ഷെ ഞങ്ങൾക്ക് കണ്ണൂർ വിടാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇന്ന് എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലും കൂടെ കയറാനുണ്ട്. അവിടെ ആൻറ്റിയും അങ്കിളും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം അവിടെ ഒന്ന് കയറി അവരെ ഒന്ന് കണ്ടിട്ട് വേണം ഞങ്ങൾക്കിനി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. പോണ വഴിക്ക് ഞാൻ പഠിച്ച ഹോസ്റ്റലിനെയും ഹോസ്പിറ്റലിനൊക്കെ മുന്നിൽ കൂടിയാണ് ഈ പോകുന്നുണ്ടായിരുന്നത്. വിചാരിച്ച പോലെ തന്നെ ഞങ്ങളെയും കാത്ത് ആൻറ്റിയും അങ്കിളും വീട്ടിൽ മുറ്റം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് വിശേഷമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഗംഭീര സൽക്കാരം തന്നെയായിരുന്നു. നല്ല ചൂട് പപ്സും ഉണ്ണിയപ്പവും മാംഗോ ജ്യൂസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റി. അങ്ങനെ വയറൊക്കെ നിറഞ്ഞു. കുഞ്ഞുവാവനെയും കണ്ട് എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. കണ്ണൂർ കഴിഞ്ഞത് എല്ലാവർക്കും പിന്നെയും വിശപ്പിന്റെ വിളി വന്നു കേട്ടോ. KFC അതുകൊണ്ട് കൊയിലാണ്ടി എത്തിയപ്പം ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. വലിയ മോശമില്ലാത്ത ഒരു ചിക്കൻ ബിരിയാണി കിട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരുടെ വയറൊക്കെ നിറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബൈ പറയുകയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്.